നമസ്കാരം, ഞാൻ കൃഷ്ണകുമാർ. ഇൻസ്പയറിംഗ് മൈൻഡ്സിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന രാജധാനി എക്സ്പ്രസ് അവധി ദിവസമായതുകൊണ്ട് തന്നെ പതിവിൽ കവിഞ്ഞ് നല്ല തിരക്കുണ്ട്. സ്വന്തം വീട്ടിലേക്ക് പോകുന്നവരും ആരാധനാലയങ്ങളിലേക്ക് പോകുന്നവരും പല ഫംഗ്ഷന് പോകുന്നവരുമായി ഒരുപാട് യാത്രക്കാർ. എക്സിക്യൂട്ടീവ് കോച്ച് ആയതിനാൽ യാത്രക്കാരെല്ലാവരും അവരുടെ അച്ചടക്കം പാലിക്കുന്നുണ്ട്. ആ കോച്ചിൽ ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരച്ഛനും 7-4 വയസ്സ് പ്രായമുള്ള 2 മക്കളുമുണ്ട്. കുട്ടികൾ പൊതുവെ നല്ല വികൃതികളാണ്. യാത്രയുടെ തുടക്കം മുതൽക്ക് തന്നെ കുട്ടികൾ നന്നായി വികൃതി കാണിക്കാൻ തുടങ്ങി. അവർ കമ്പാർട്ട്മെൻറ്റിൽ ഓടി നടക്കുന്നു, ഒളിച്ചു കളിക്കുന്നു, ബഹളം വയ്ക്കുന്നു. അച്ഛനാകട്ടെ ഇതൊന്നും കണ്ടില്ലെന്നുള്ള മട്ടിലെ പത്രം പിടിച്ച് അവിടെ സീറ്റിലിരിക്കുന്നു. യാത്രക്കാർ അസ്വസ്ഥരായി. അവർ പിറുപിറുത്തു. എന്തൊരു അച്ഛനാണ്! കുട്ടികൾ ഇങ്ങനെ ബഹളം വയ്ക്കുമ്പോൾ ഒന്ന് ശാസിക്കുക പോലും ചെയ്യാതെ പത്രം പിടിച്ചിരിക്കുന്നു. അവർ വിലയിരുത്തി. അതിനിടയ്ക്ക് ചെറിയ കുട്ടി ഓടിയപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരു യാത്രക്കാരിയുടെ ചായ ഗ്ലാസ് തട്ടി സാരിയിൽ വീഴുകയും അവരുടെ സാരി മുഴുവൻ ചായയാവുകയും ചെയ്തു. അവരാകട്ടെ ഫാമിലിയെ ഒരു കല്യാണത്തിന് പോവുകയായിരുന്നു. അതോടെ യാത്രക്കാരുടെ ക്ഷമ തെറ്റി. അവർ പത്രം പിടിച്ചിരുന്ന അച്ഛൻ്റെ അടുത്ത് പോയി പത്രം പിടിച്ചു മാറ്റി അയാളെ ശകാരിച്ചു. അയാളൊരു പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നു. കണ്ണുകൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ശബ്ദമിടറിക്കൊണ്ട് അയാൾ യാത്രക്കാരോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാനും ഭാര്യയും തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ജീവനക്കാരാണ്. എൻ്റെ വീട് കൊല്ലവും ഭാര്യ വീട് തൃശ്ശൂരുമാണ്. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ശ്രാദ്ധത്തിന് വേണ്ടി ഭാര്യ നാട്ടിലേക്ക് പോയി. ബലിയിട്ടതിന് ശേഷം ബന്ധുവീട്ടിൽ സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു അപകടം സംഭവിച്ചു. കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ മരിച്ചു. ഭാര്യ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ്. ഒരു മിടിപ്പ് മാത്രമേ ഉള്ളൂ. എന്തു സംഭവിക്കാം? ഈ വിവരമൊന്നും മക്കൾക്ക് അറിയില്ല. അവർ അമ്മ വീട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ്. അയാൾ പറഞ്ഞു നിർത്തി. ശബ്ദമിടറി. വാക്കുകൾ കിട്ടാതായി. യാത്രക്കാർ നിശബ്ദരായി. അവർ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. അവർ കുട്ടികളെ ചേർത്ത് പിടിച്ചു. സ്നേഹം കൊണ്ട് മൂടി. ചിലരാകട്ടെ അവർക്ക് ഉമ്മ കൊടുത്തു. മറ്റു ചിലർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റും മറ്റും കുട്ടികളെ നേരെ നീട്ടി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഏത് സാഹചര്യത്തിലും സന്ദർഭത്തിലും ഒരു വ്യക്തിക്ക് ഒരു കഥ പറയാനുണ്ടാകും. അത് കേൾക്കാതെ മനസ്സിലാക്കാതെ നമ്മൾ അവർക്ക് മാർക്കിടരുത്. നമ്മളൊരാളെ വിലയിരുത്തരുത്. താങ്ക് യു.